ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതകരമായി യാതൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്തെല്ലാം അദ്ദേഹവുമായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല, അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ അത് ഏത് ദിവസം പോയി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, ഇതൊന്നും എന്നോട് സംസാരിക്കാനോ അതൊന്നും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ മീഡിയ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഒരുക്കമേ അല്ല. സതീശൻ അത് ആഗ്രഹിക്കുന്നുണ്ടാകും, സതീശൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു പക്ഷേ കിട്ടാം. പക്ഷെ സതീശൻ എന്നോട് ആ കാര്യം സംസാരിച്ചിട്ടില്ല. ഏത് അല്ല, അവരൊന്നും ഇവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ. ക്ഷണിക്കാത്ത അവരെന്നോട് ഔപചാരികമായിട്ട് എന്നോട് സംസാരിക്കാത്തൊരു കാര്യത്തെ പറ്റി പോകുമോ എന്നുള്ളത് അങ്ങനെ ഒരു ധാരണയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൂന്യാകാശത്തു നിന്നൊരു ചോദ്യം, ശൂന്യാകാശത്തു നിന്നുള്ള മറുപടി. പി കെ ശശിയുമായിട്ട് അയാൾ സംസാരിച്ചിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ജില്ലയിൽ അസംതൃപ്തരുടെ യോഗം കൂട്ടായ്മയുണ്ട് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ, എനിക്കറിയില്ല. എങ്ങനെ അത് വിളിച്ചു കൂട്ടുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഒരാക്ഷേപം എനിക്കുമില്ല, അവിടെ ജീവനക്കാർക്കുമില്ല, അവിടെയുള്ള നിലവിലുള്ള ഡയറക്ടർ ബോർഡിനില്ല, ബന്ധപ്പെട്ട മന്ത്രിക്കില്ല, സർക്കാരിനില്ല. അല്ല, രാജിവെക്കുന്നത് വേറെ കാരണം കൊണ്ടൊന്നുമല്ല, വ്യക്തിപരമായിട്ട് ചില പ്രയാസങ്ങൾ എനിക്കുണ്ട്. അവന് വ്യക്തിപരമായ ചില പ്രയാസങ്ങളുണ്ട്. എല്ലാ വ്യക്തിപരമായ പ്രയാസങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതല്ലല്ലോ. അല്ല, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടായത് ഒരു സാന്ദർഭികമായിട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വരൂലല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഗോവിന്ദ മാസ്റ്റർ ജാഥയെ പങ്കെടുക്കുന്നില്ല, വി ഡി സതീശൻ്റെ ജാഥയെ പങ്കെടുക്കുമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ. എന്നിട്ട് അവിടെ പങ്കെടുത്തോ? അത് പങ്കെടുത്തില്ലല്ലോ, പിന്നെന്താ? അത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി PB-ക്കും ജനറൽ സെക്രട്ടറിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നടപടിൻ്റെ മുകളിൽ നടപടി എന്ന രൂപത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെയും മാറി ചിന്തിച്ചിട്ടില്ലല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ നേരത്തെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കരുതെന്ന്, ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ നോ അങ്ങനെ ചോദ്യം ചോദിക്കരുത്. എനിക്കറിഞ്ഞൂടാ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ ഉള്ള ഒരു ധാരണയും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ആലോചനയും എൻ്റെ മനസ്സിൽ ആരും സമീപിച്ചില്ല. അസംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് ഇരിക്കുക. മനുഷ്യനല്ലേ, നിങ്ങളെല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, നിങ്ങൾ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എല്ലാ നിലയിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ?